പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് എന്തിനെക്കുറിച്ച് വചനം പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഇന്ന് കാണുവാനിടയായി. ഈ സുഹൃത്തിൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. അതായത് ഇയാൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്ത് വളരെ എളിയ ഒരു രീതിയിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി അത് വളരെയധികം പച്ച പിടിച്ചു. ഇത് ആദ്യം നല്ലൊരു മനുഷ്യനാണ്, ഭയങ്കര എളിമയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്, എല്ലാവരോടും കൂടെ ഭയങ്കര സ്നേഹത്തിലൊക്കെ വർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ഇന്നവർ ആരുടെ അടുത്തും ദേഷ്യപ്പെടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷെ ഞാൻ എപ്പോഴും വണ്ടറടിക്കാറുണ്ട്, ഈ മനുഷ്യനൊരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ലല്ലോ. പക്ഷേ അങ്ങനെ ക്രമേണ ഇയാളുടെ ബിസിനസ്സൊക്കെ വളരെ അധികമായി വളരുന്നു. ഇയാൾ തൊടുന്നതെല്ലാം സക്സസ്ഫുള്ളായി. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു ഈ സക്സസ്സിൻ്റെ ഈ തുടരെയുള്ള വിജയത്തിൻ്റെ ഒരു അഹങ്കാരം കുറേശ്ശെ ഇയാളിൽ നിഴലിക്കാൻ തുടങ്ങി. അത് ക്രമേണ അത് അഹന്തയായി മാറി. അഹന്ത എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും അഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റാണ്. ഞാൻ പറയുന്നത് മാത്രം നടന്നാൽ മതി, ഐ ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ് എന്നുള്ള ഒരു അഗ്രസീവ് മോഡിലോട്ട്. ഒരു ചെറിയ തോതിലുള്ള അഹങ്കാരമൊക്കെ നല്ലതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണെന്നൊക്കെ ഒരു അഹങ്കാരം നല്ലതാണ്. പക്ഷേ ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് അത് അഹന്തയായി തീരുമ്പോൾ പ്രശ്നം മറ്റുള്ളവർക്ക് ഇയാളോടൊത്ത് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം അങ്ങനെ ഈ 1 by 1 ആയിട്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സും ഒക്കെ 1 by 1 ആയിട്ട് ഇയാളെ വിട്ടുപോയി. കാരണം ഇയാൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥയിലോട്ട് ഈ അഹന്ത അയാളെ നയിച്ചു. അങ്ങനെ പാർട്ട്നേഴ്സ് വിട്ടുപോയി, കസ്റ്റമേഴ്സ് വിട്ടുപോയി. അങ്ങനെ ആ ബിസിനസ് വളരെ മോശമായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ സുഹൃത്തിനെ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കാണുന്നത്. ഇപ്പം ഞങ്ങൾ ഈ വചനത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോഴും ഒരു നിഗളം, ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ചെയ്തത്, എനിക്ക് ആരുടെയും ഇനിയും ചെയ്യാൻ സാധിക്കും, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ദൈവത്തിൻ്റെ ആയാലും ശരി, ഐ ഡോണ്ട് നീഡ് ഇറ്റ് എന്നുള്ള ഒരു ധാർഷ്ട്യം. പക്ഷേ വീണ്ടും അത് ബിസിനസ് വളരെ മോശമായി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സംസാരത്തിൽ പുള്ളി ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമം, നിരാശ, ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറയുന്നു, സംസാരിച്ചു, ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ സുഹൃത്ത്, എല്ലാം നഷ്ടപ്പെട്ട സുഹൃത്ത് വീണ്ടും കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഒരു ധ്യാനമൊക്കെ കൂടി വീണ്ടും കർത്താവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഈ മനുഷ്യന് അടിക്കടി ഉയർച്ചയുണ്ടായി. പക്ഷേ എത്രയൊക്കെ ഉയർച്ചയുണ്ടായാലും എൻ്റെ ദൈവമായ കർത്താവാണ് എനിക്കിത് നൽകിയത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ചിന്തയിൽ നിന്നുളവാകുന്ന ആ ഒരു എളിമ ആ മനുഷ്യനിൽ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കോടികളുടെ ആസ്തിയുണ്ട്, പക്ഷേ വളരെ വിനയാനിതനായ മനുഷ്യൻ.
എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കുന്ന മനുഷ്യൻ. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. നമ്മുടെ അഹങ്കാരങ്ങളെയും അഹന്തകളെയും എല്ലാം മാറ്റണം. നമ്മുടെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം കർത്താവാണെന്നുള്ള തിരിച്ചറിവ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവേശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളും ദൈവത്തിൻ്റേതാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ദ്രവ്യാസക്തിക്ക് നമ്മൾ അടിമപ്പെടരുത്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ അഹങ്കരിക്കുന്നത്? നമ്മൾ അഹന്ത വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം, നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കരുതുകയുമില്ല. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരം മൂലം ഒരു സഹായം പോലും ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാവുകയില്ല. നമ്മൾ നിരാശയുടെ പടുകുഴിയിലൊക്കെ വീണു പോകും. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. നമ്മൾക്ക് മറ്റുള്ളവർ വേണം. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം പച്ച പിടിക്കും. നമ്മൾക്ക് വിജയങ്ങളുണ്ടാകും. പക്ഷേ ആ വിജയങ്ങളുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ വിനയാന്വിതരായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിന് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതിനുള്ള എളിമയും വിവേകവും തുറവിയുമെല്ലാം സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശു കർത്താവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.